ബി.ജെ.പി. കേരളത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൻ്റെ ഏറ്റവും ഹൈ പിച്ചിലുള്ളൊരു പരീക്ഷണമാണ് ശരാശരി രാഷ്ട്രീയക്കാരെയും ആർ.എസ്.എസ്. സംഘപരിവാർ ബന്ധമുള്ളവരെ മാറ്റി ഒരു ടെക്നോക്രാറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആളിനെ, ഒരു എഞ്ചിനീയറെ സംസ്ഥാന പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. അങ്ങനെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ, ഓഫീസുകൾ പ്രൊഫഷണൽ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ സംഘടന പ്രൊഫഷണൽ ആയതുകൊണ്ടോ കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, അതാണ് പ്രധാനം. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി ഇതൊരു തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റേ തെരഞ്ഞെടുപ്പൊക്കെ എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകളാണ്. അതിനകത്ത് രാജീവ് ചന്ദ്രശേഖരനൊന്നും ചെയ്യാനില്ല. കാരണം പരമ്പരാഗത സീറ്റുകളാണ്. യു.ഡി.എഫിൻ്റെയും എൽ.ഡി.എഫിൻ്റെയും അവിടെ പോയി മുസ്ലിം ലീഗിൻ്റെ കോട്ടയിലൊക്കെ പോയി നിലമ്പൂർന്ന് ഒന്നും ചെയ്യാനില്ല. അല്ലെ പുതുപ്പള്ളിയിൽ ക്രിസ്ത്യാനികളുടെ കോട്ടയിൽ പോയി ഉമ്മൻചാണ്ടി സാറിൻ്റെ ജന്മം കൊണ്ടൊക്കെ വളരെയധികം പോപ്പുലറായ സ്ഥലത്തൊന്നും പോയി ഒന്നും ചെയ്യാനില്ല. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബലാബലം പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പിയും സി.പി.എമ്മും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ആര്യ രാജേന്ദ്രൻ്റെ തൊട്ട് മുമ്പ് പ്രശാന്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് ഒരു വളരെ കുറഞ്ഞ സീറ്റുകൾക്ക്, ഒരു 8-10 സീറ്റുകൾക്കകത്താണ്, 100 സീറ്റുള്ള കോർപ്പറേഷനിൽ ഒരു 8-10 സീറ്റുകൾക്കകത്താണ് ബി.ജെ.പിക്ക് ഭരണം പോയത്. അപ്പോൾ ശരിക്കും ബി.ജെ.പിക്ക് ഭരണം കിട്ടേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അപ്പോൾ ബി.ജെ.പി കിട്ടിയില്ല. അപ്പോൾ രണ്ടാം ഘട്ടത്തിലായപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തി. അതേസമയം ഇപ്രാവശ്യം ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല. അതുപോലെ ബി.ജെ.പിയുടെ വി വി രാജേഷിന് മത്സരിക്കണമെങ്കിൽ പൂജപ്പുരയിൽ പറ്റില്ല, അത് വനിതാ വാർഡായി. മറ്റൊരു വാർഡിലേക്ക് പോകണം. ആര്യ രാജേന്ദ്രന് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ പോലും അത് സംവരണ വാർഡായി, മറ്റ് വാർഡുകളിലേക്ക് പോകണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല ആളുകൾക്കും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത്. ആ സമയത്ത് പ്രമുഖരായ ആളുകളെ ഇറക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ, ഇനി രാജീവ് ചന്ദ്രശേഖർ വരാൻ സാധ്യതയില്ല, കുമ്മനം രാജശേഖരനെയോ, അങ്ങനെ വലിയ പരീക്ഷണമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. കാത്തിരിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് സി.പി.എം. ആവട്ടെ, കോൺഗ്രസ് ഇപ്പോഴും പിക്ചറിലുണ്ട്, എഴുതിത്തള്ളാറായിട്ടില്ല. കാരണം കോൺഗ്രസും സി.പി.എമ്മും തമ്മിലുള്ളപ്പോൾ കോൺഗ്രസ് ഒരു വലിയ ശക്തി തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ബലാബലം നോക്കുന്നത് ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പറയും പോലെ കേന്ദ്ര ബന്ധങ്ങളും ആർ.എസ്.എസ്. ബന്ധവും പിണറായിയുടെ ബന്ധവും ഇതെല്ലാം ഇങ്ങനെ വന്ന് വല്ല ബാന്ധവമൊക്കെ നടന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൊണ്ടുപോകുമോ എന്നുള്ള അന്തർനാടക ചർച്ചകളും കരക്കമ്പികളും ഒക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ബി.ജെ.പിക്ക് കൊടുക്കുമെന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും ദീപക് അടക്കമുള്ള ശിശുക്ഷേമ സമിതിയുടെ ആളുകളും അതുപോലെ തന്നെ ദീപക് അടക്കമുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഗായത്രി ബാബു വഞ്ചിയൂരുന്ന ചെറുപ്പക്കാരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ചെറുപ്പക്കാരെയും ഇറക്കി, ഡോക്ടർ ഷിജു ഖാനെയൊക്കെ ഇറക്കിയാലും അത്ഭുതമില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പത്തെ ഇറക്കിക്കൊണ്ട് തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ള രീതിയിലാണ് സി.പി.എം. മുന്നോട്ട് നീങ്ങുന്നത്. അതേ നാണയത്തിൽ തന്നെ പ്രൊഫഷണലുകളെയും ചെറുപ്പക്കാരികളെയും ഒക്കെ നിർത്തിക്കൊണ്ട് പുതുമുഖത്തെയൊക്കെ നിർത്തി ശ്രീലേഖ IPS നിർത്തി പരീക്ഷണം നടത്തുമോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം ശ്രീലേഖ IPS ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ് ബി.ജെ.പിയുടെ. എന്തുകൊണ്ടും കോർപ്പറേഷൻ്റെ മേയറാവാൻ അവരെ ലോഞ്ച് ചെയ്യുമോ എന്നറിയില്ല. T.P. ശ്രീനിവാസൻ ബി.ജെ.പിയുടെ മുഖമായി ഇപ്പോൾ നിൽക്കൊണ്ട് തിരുവനന്തപുരം T.P. ശ്രീനിവാസനെ കൊണ്ടുവരുമോ എന്നറിയത്തില്ല. അങ്ങനെ പുതിയ മുഖങ്ങളെയും പ്രൊഫഷണലുകളെയും ഒക്കെ കൊണ്ടുവരുമോ എന്ന് നമുക്കറിയത്തില്ല. ഇനി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വന്ന് കോർപ്പറേഷൻ പിടിക്കാനായിട്ട് മത്സരിക്കുമോ? കാരണം ബി.ജെ.പിക്ക് ശക്തമായ വേരുകളുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മാത്രം ജയിക്കുന്ന പല വാർഡുകളുമുണ്ട്. പാൽക്കുളങ്ങര പോലുള്ള, കുരിയാത്തി പോലുള്ള പല വാർഡുകളുമുണ്ടല്ലോ. ഇനി അവിടെ എങ്ങാനും കൊണ്ടു നിർത്തി പ്രമുഖരായ ആളുകളെ ജയിപ്പിച്ചെടുത്ത് ബി.ജെ.പി. പരീക്ഷണം നടത്തുമോ, അതോ സി.പി.എം. തന്നെ തുടരുമോ? എന്തായാലും ഇഞ്ചോടിഞ്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോരാട്ടം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ സി.പി.എമ്മും ബി.ജെ.പിയും ഒക്കെ വളരെ വലിയ തോതിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുള്ളത്. മറ്റൊരു ബി.ജെ.പിക്ക് അനുകൂലമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നേരത്തെ ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും ജില്ലാ കമ്മിറ്റികളേ ഉള്ളൂ. അതേസമയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം സമിതികളുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ 2, 3, 4 ജില്ലാ കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കാരണം കേരളത്തിൽ 14 ജില്ലയ്ക്ക് 33 കമ്മിറ്റിയോ മറ്റും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയ ഏരിയയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ബി.ജെ.പി. ശക്തമായി വേരോട്ടം നടത്തിയിട്ടുള്ള വളരെ ശക്തമായ ഒരു അഭിമാന പോരാട്ടം, ഒരു അസംബ്ലി സീറ്റ് പിടിക്കുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി തിരുവനന്തപുരം സീറ്റ് ബി.ജെ.പി. പിടിക്കാൻ തയ്യാറെടുക്കുമോ? എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായാലും അതുപോലെ തന്നെ പ്രൊഫഷണലിസമായാലും സോഷ്യൽ മീഡിയ ആയാലും ഹൈടെക് ആയിട്ടുള്ള പ്രചരണ മാധ്യമങ്ങളായാലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ പരമ്പരാഗതമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, 40-50 വർഷത്തിലധികമായി കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ തന്നെ നല്ലൊരു ശതമാനം കാലവും ഭരിച്ചിരുന്ന സി.പി.എം. അവരുടെ കോട്ടകൾ നിലനിർത്തുമോ എന്ന ചോദ്യവും വളരെ പ്രധാനമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിന് ബി.ജെ.പി. നിന്ന് കോൺഗ്രസിൽ പോകുന്നതോ, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പി. വരുന്നതോ, രണ്ടു കൂട്ടരിൽ നിന്ന് സി.പി.എമ്മിൽ പോകുന്നതോ, സി.പി.എമ്മിൽ നിന്ന് ബി.ജെ.പി. വരുന്നതോ, പരസ്പരം ബന്ധം വയ്ക്കുന്നതോ, അന്തർധാര ഉണ്ടാക്കുന്നതോ, വോട്ട് മറിക്കുന്നതോ ഒന്നും ഇപ്പോൾ ഒരു
വിഷയമേ അല്ല. കാരണം പണ്ട് കാലത്ത് ഒരു കാരണവശാലും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നവർ മറ്റൊരു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പോകില്ല. അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടെങ്കിൽ അവർ പോകാതിരിക്കും. പക്ഷെ പോയാൽ അരിവാൾ ചുറ്റികയിലെ വോട്ട് ഇടിക്കൂ കമ്മ്യൂണിസ്റ്റുകാർ. ആ കാലമൊക്കെ പോയി. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പോയി താമരയിൽ വോട്ടിടിക്കും, പിന്നെ കൈപ്പത്തിയിൽ വോട്ടിടിക്കും, തിരിച്ച് താമരക്കാർ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ടിടിക്കും. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുക എന്നുള്ളതാണ് ആദ്യം നമുക്കറിയേണ്ടത്. സ്ഥാനാർത്ഥി പട്ടികയാണ്. ഞാൻ പറഞ്ഞ പോലെ വി രാജേഷിനെ പോലുള്ള ആളുകൾ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നേമത്തു നിന്നുള്ള പാപ്പനംകോട് ഉള്ള അവർക്ക് നേതാക്കൾക്കൊക്കെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് നിൽക്കാൻ പറ്റും, BJPയുടെ നേതാവിന് നിൽക്കാൻ പറ്റും, കോൺഗ്രസിൻ്റെ നേതാവിന് നിൽക്കാൻ പറ്റും. അപ്പോൾ അത്തരം നേതാക്കളെല്ലാം നിന്നുകൊണ്ട് പുതിയ ആളുകളെ പിന്നെ ലോഞ്ച് ചെയ്തുകൊണ്ട് പുതുരക്തങ്ങളെ ഇറക്കിക്കൊണ്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാണ് 3 മുന്നണികൾ ശ്രമിക്കുന്നത്. അങ്ങനെ 3 മുന്നണികൾ ശ്രമിക്കുമ്പോൾ അതിൽ 2 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം UDFനെയും NDAയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് നേടാനാവുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കുന്നത്. അപ്പോഴും നിരവധി വാർഡുകൾ BJPയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. ആ വാർഡുകളൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ, കോൺഗ്രസിന് തിരിച്ചു പിടിക്കണമെങ്കിലും വലിയ അധ്വാനം ചെയ്യണം, CPMന് പിടിക്കണമെങ്കിലും വലിയ കഠിനാധ്വാനം ചെയ്യണം. അപ്പോൾ അത്രയും കഠിനാധ്വാനം ചെയ്ത് CPM തിരിച്ചു പിടിക്കുമോ, അതോ CPMലുള്ള 8-10 സീറ്റ് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ കോൺഗ്രസിൻ്റെ ഒരു 4-5 സീറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റും. അത്തരം ഒരു 10-20 സീറ്റുകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ BJPക്ക് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാം. സുരേഷ് ഗോപി അടക്കമുള്ള ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ എല്ലാ ആളുകളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അപ്പോൾ ഒരുപക്ഷേ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ കാൻഡിഡേറ്റ് പോലും BJP ലിസ്റ്റിൽ ഉണ്ടായാൽ അത്ഭുതമില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളുമായിട്ടുള്ള ഒരു ബഹുമുഖമായിട്ടുള്ള തന്ത്രങ്ങൾ ആവശ്യമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ മറ്റൊരു വാദം വന്നു. ഇതൊക്കെ ശരിതെറ്റുകൾ നമുക്കറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ ഇടുന്നതിലും അതുപോലെ തന്നെ ടാഗ് ലൈൻ അടിക്കുന്നതിലുമൊക്കെ കാവി കളർ ഒഴിവാക്കി മറ്റു കളറുകളിലൊക്കെ ഇട്ട് എല്ലാവരെയും, എല്ലാ ന്യൂനപക്ഷങ്ങളെയും, ന്യൂനപക്ഷ സമുദായത്തെയും മതത്തെയും ജാതിയെയും എല്ലാവരെയും ഇൻക്ലൂസീവ് ആവുന്ന രീതിയിലേക്ക് BJP മാറുന്നു എന്നുള്ളതാണ് BJPയെ കുറിച്ചുള്ള വിമർശനവും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നിരീക്ഷണവും. BJP ആ വഴിക്ക് മാറുന്നു, കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നു, CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഇതിനകത്ത് നിൽക്കുന്നു. ഇതിനകത്ത് മറ്റൊരു പ്രധാന പ്രശ്നം വരുന്നത് രാഖി രവികുമാറിനെ പോലെയുള്ള ആളുകൾ CPIയുടെ നേതാക്കളാണ്. അവർ അതുപോലെ തന്നെ പട്ടത്തുനിന്ന് ജയിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ പിന്നെ മേയർ, ഡെപ്യൂട്ടി മേയർ. അപ്പോൾ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറും നേരത്തെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ഇവരെല്ലാം CPIക്കാരാണ്. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ തല്ലനുസരിച്ച് CPM ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺമുന്നിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് അണികളെ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ PM ശ്രീയായി ബന്ധപ്പെടുത്തി അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ യുദ്ധത്തിൽ എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഘർഷം ഉണ്ടായാൽ അതിൻ്റെ ഗുണമടിക്കുന്നത് BJP ആണോ കോൺഗ്രസ് ആണോ എന്നറിയത്തില്ല. എന്തായാലും BJPയും CPMും ഇഞ്ചോടിഞ്ച് പോരടിക്കാനുള്ള എല്ലാവിധ ഹൈടെക് പരീക്ഷണങ്ങളും നടത്തുന്നു. ഡൽഹിയിൽ നിന്ന്, അമിത്ഷായിൽ നിന്ന്, JP നദ്ദയിൽ നിന്ന്, നരേന്ദ്രമോദിയിൽ നിന്ന് ഫാക്സ് വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ വാട്സപ്പോ എന്തായാലും മെസ്സേജ്, ഹോട്ട് മെസ്സേജ് രാജീവ് ചന്ദ്രശേഖരന് വന്നിരിക്കുന്നത് അസംബ്ലി നമുക്ക് രണ്ടാമത് പിടിക്കാം. നിങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരും കൊല്ലവും കോഴിക്കോടും അതുപോലെ തന്നെ പാലക്കാടും അടക്കമുള്ള നഗരസഭകളും കോർപ്പറേഷനുകളും പിടിക്കൂ. പ്രത്യേകിച്ച് തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചാൽ കേരളം പിടിച്ചു എന്നൊരു മെസ്സേജാണ് BJPക്ക് ദേശീയ നേതൃത്വം കൊടുത്തിരിക്കുന്നത്.